നമസ്കാരം. ഞാൻ ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു CP ജോൺ. അദ്ദേഹം ആദർശനിഷ്ഠനായ ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണെന്നാണ് അന്നും ഇന്നും ഞാൻ വിശ്വസിക്കുന്നത്. തനിക്ക് മന്ത്രിയോ മുഖ്യമന്ത്രിയോ ഒക്കെ ആവാൻ സാഹചര്യമുണ്ടായിട്ടും തൻ്റെ ആദർശത്തിൻ്റെ പുറത്ത് CPM വിട്ട് പുറത്തേക്ക് വന്ന് 4 പതിറ്റാണ്ടോളം അനാഥനായി അലഞ്ഞു നടന്നു. UDFിൻ്റെ ഭാഗമായെങ്കിലും ജയിക്കുന്ന ഒരു സീറ്റും ഒരിക്കലും അദ്ദേഹത്തിന് കിട്ടിയില്ല. മത്സരിച്ചപ്പോഴൊക്കെ തോറ്റുപോയി. ഒടുവിൽ ഇക്കുറി CP ജോൺ തിരുവനന്തപുരം സീറ്റ് UDFിൻ്റെ ആനുകൂല്യത്തിൽ നേടിയെടുത്ത് മത്സരിക്കുമ്പോൾ അദ്ദേഹം ജയിക്കണം എന്ന് ആഗ്രഹിക്കാത്ത ഒറ്റ മനുഷ്യന് പോലുമില്ല. തിരുവനന്തപുരം ജില്ലയിലെ ഒരു മണ്ഡലത്തിൽ മത്സരിക്കുന്ന ഒരു പ്രമുഖ സ്ഥാനാർത്ഥി തെരഞ്ഞെടുപ്പ് കാലത്ത് എന്നോട് പറഞ്ഞത് എൻ്റെ വിജയത്തേക്കാൾ ഞാൻ ആഗ്രഹിക്കുന്നത് CP ജോണിൻ്റെ വിജയമാണെന്നാണ്. ഈ സ്ഥാനാർത്ഥി UDF സ്ഥാനാർത്ഥി ആയിരുന്നില്ല. UDFിലെ ഏത് നേതാവിനോട് ചോദിച്ചാലും എങ്ങനെയെങ്കിലും CP ജോൺ ജയിക്കട്ടെ എന്നാഗ്രഹിച്ചു. കാരണം അരനൂറ്റാണ്ടോളം നീണ്ട തൻ്റെ പൊതുപ്രവർത്തന ജീവിതത്തിലെ അവസാനത്തെ അവസരമായിരുന്നു CP ജോണിനെ. ആദർശനിഷ്ഠയുള്ള അറിവുള്ള എല്ലാവരോടും എളിമയോടെ പെരുമാറുന്ന CP ജോൺ ജയിക്കണമെന്നും നല്ലൊരു മന്ത്രിയായി കാണണമെന്നും എല്ലാവരും ആഗ്രഹിച്ചു. അങ്ങനെ ആഗ്രഹിക്കുകയും പരസ്യമായി ഉറപ്പായും ജയിപ്പിക്കേണ്ട 10 പേരുടെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തി ക്യാമ്പയിൻ ചെയ്യുകയും ചെയ്ത ഒരു മാധ്യമ പ്രവർത്തകനാണ് ഞാൻ. എല്ലാവരുടെയും പ്രാർത്ഥന ഫലിച്ചു. CP ജോൺ ജയിച്ചു. വിജയത്തിന് മുമ്പുള്ള CP ജോണും വിജയിച്ച ശേഷമുള്ള CP ജോണും തമ്മിൽ ആനയും ആടും തമ്മിലുള്ള വ്യത്യാസമുണ്ട് എന്ന് CP ജോണിനെ അറിയാവുന്ന പലരും പറയുന്നു. പ്രത്യേകിച്ച് മന്ത്രിയായതോടെ അദ്ദേഹം അറിയാതെ ഒരു കമ്മ്യൂണിസ്റ്റ് ധാർഷ്ട്യത്തിലേക്ക് മാറിയിരിക്കുന്നു എന്ന് മുതിർന്ന മാധ്യമ പ്രവർത്തകർ പോലും പരസ്പരം പറയുന്നു. CMP നേതാവ് എന്ന നിലയിൽ പത്രസമ്മേളനം നടത്തുമ്പോൾ മാധ്യമങ്ങൾ കാര്യമായി പരിഗണിക്കാത്തതുകൊണ്ട് എണ്ണി ഓരോരുത്തരെയും വിളിച്ചുകൊണ്ടിരുന്ന CP ജോൺ മന്ത്രിയായതിനു ശേഷം ആരെയും വിളിക്കാറില്ല എന്ന് മാധ്യമപ്രവർത്തകർ തന്നെ പഴി പറയുന്നു. ഓരോ പത്രസമ്മേളനത്തിന് ശേഷം മാധ്യമപ്രവർത്തകരുടെ തോളിൽ കൈയിട്ടുകൊണ്ട് സന്തോഷം പങ്കുവച്ചിരുന്ന CP ജോൺ ഇപ്പോൾ കണ്ടാൽ ഗൗനിക്കില്ല എന്ന് എന്നോട് പരാതിപ്പെട്ടവരിൽ ഒരാൾ ഞങ്ങളുടെ തിരുവനന്തപുരം ലേഖകൻ അമൽ രുദ്രയാണ്. പഴയ CP ജോണല്ല, പുതിയ CP ജോൺ എന്ന് ആവർത്തിക്കുന്നവരുടെ എണ്ണം പെരുകുന്നു. പ്രിയദർശിനി ബസ് നടപ്പിലാക്കിയതുമായി ബന്ധപ്പെട്ട് സിറ്റി ഫാസ്റ്റ് എന്ന പേരിൽ ലേബൽ ഒട്ടിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഞങ്ങളൊരു വാർത്ത കൊടുത്തിരുന്നു. ആ വാർത്ത വലിയ വിവാദമായി. ആ വാർത്തയുടെ ശരിതെറ്റുകളിലേക്ക് നമുക്ക് പോവേണ്ട. എന്നാൽ അതിനുശേഷം ഞങ്ങളുടെ ടീമിനെ കണ്ടപ്പോൾ ഇനി നിങ്ങളുമായി ഒരു ഇടപാടുമില്ല, എന്നോട് സംസാരിക്കുക പോലും വേണ്ട എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയായിരുന്നു CP ജോൺ. ഈ മാറ്റം CP ജോൺ സംഭവിച്ചിരിക്കുന്നു എന്ന് പറയുന്ന നിരവധി പേരുണ്ട്. സ്വതസിദ്ധമായ കമ്മ്യൂണിസ്റ്റ് ധാർഷ്ട്യത്തിൻ്റെ പ്രകടനമാണ് CP ജോണിലൂടെ കാണുന്നത് എന്നാണ് ഇവരൊക്കെ പരാതിപ്പെടുന്നത്. അത് ശരിവയ്ക്കുകയാണ് കഴിഞ്ഞ ദിവസം CP ജോൺ ഈ നാട്ടിലെ സകല സ്ത്രീകളെയും അപമാനിച്ചുകൊണ്ട് നടത്തിയ പ്രസംഗം. CP ജോൺ പറഞ്ഞത് സൗജന്യം എന്ന് കേട്ടാൽ ഇവിടുത്തെ സ്ത്രീകൾ ഇളകിയാടുകയാണെന്നാണ്. അവർ ഓടി വന്ന് സൗജന്യമായതുകൊണ്ട് ബസ്സിൽ കയറുന്നു. സ്വകാര്യ സ്കൂളുകളിൽ വലിയ ഫീസ് കൊടുത്ത് കുട്ടികളെ പഠിപ്പിക്കുന്നവരാണ് സർക്കാർ ബസ്സിലേക്ക് ഇടിച്ചു കയറുന്നത്. സർക്കാർ ആശുപത്രികളിലെ സൗജന്യ ചികിത്സയ്ക്ക് വേണ്ടി അവർ ആശുപത്രിയുടെ വരാന്തയിൽ കിടക്കുകയാണ്. നമ്മുടെ നാടിന് എന്തു പറ്റി എന്ന് ചോദിച്ച് ഒരു വൃത്തികെട്ട വിഡ്ഢിച്ചിരിച്ചിരിക്കുന്നു CP ജോൺ. ഒരു പാവപ്പെട്ടവനായിട്ട് പണക്കാരൻ അഭിനയിക്കുന്നു, അല്ലെങ്കിൽ പരമദരിദ്രനായിട്ട് അഭിനയിക്കുന്നു. അഭിനയം എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. പക്ഷേ എനിക്ക് മനസ്സിലാവാത്തൊരു ബിഹേവിയർ എന്താണെന്ന് പറഞ്ഞാൽ, ഈ ബസ്സിന് കാശില്ലാത്ത സ്ത്രീ സ്വകാര്യ സ്കൂളിലേക്ക് കുട്ടികളെ വിടുകയാണ് അല്ലേ. ഗവൺമെൻറ് സ്കൂളിൽ സീറ്റ് ഒഴിഞ്ഞു കിടക്കുക. ഗവൺമെൻറ് സ്കൂളിലേക്ക് ഇപ്പോഴും കുട്ടികളെ വിടുന്നതിന് പകരം ഫീസ് കൊടുക്കേണ്ടാത്ത പ്രൈവറ്റിൽ പോലും വിടാതെ ഇവിടെ വിടുന്നത് ഫീസ് കൊടുക്കേണ്ട സ്കൂളിലേക്ക് വിടുന്നു അല്ലേ. എന്നാൽ ആശുപത്രിയുടെ കാര്യം വരുമ്പോഴോ, ആശുപത്രിയുടെ കാര്യം വരുമ്പോൾ ഇതേ സ്ത്രീ തൻ്റെ അച്ഛനെയും ഭർത്താവിനെയും കൊണ്ട് വരാന്തയിൽ കിടക്കുകയാണ് ഗവൺമെൻറ് ആശുപത്രി അല്ലേ. ഈ 3 കാര്യങ്ങൾ, പൊതുജനാരോഗ്യം, പൊതുഗതാഗതം, പൊതുവിദ്യാഭ്യാസം, ഈ 3 കാര്യങ്ങളിൽ ഞാൻ ട്രേഡ് യൂണിയൻ ലീഡേഴ്സ് ഉള്ളതുകൊണ്ട് പറയുകയാണ്, കേരളത്തിലെ ജനങ്ങളുടെ ബിഹേവിയർ, അവരുടെ പെരുമാറ്റം എന്നെ അതിശയിപ്പിക്കുകയാണ്. ബസ് വന്നാൽ കാശ് കുറഞ്ഞ ട്രാൻസ്പോർട്ടിൽ തള്ളിക്കയറുന്നു. എന്നാൽ തൊട്ടപ്പുറത്ത് കുട്ടിയെ ചേർക്കുന്നത് ഫീസ് കൊടുക്കുന്ന സ്കൂളിലാണ്. അസുഖം വന്നാൽ പ്രൈവറ്റ് ആശുപത്രി പോകാൻ പേടിയാണ്, കാരണം അവിടെ കൊടുക്കാൻ പൈസയില്ല. സത്യം പറഞ്ഞാൽ CP ജോണിൻ്റെ പ്രസംഗം കേട്ടപ്പോൾ സഹതാപം തോന്നി. വാസ്തവത്തിൽ സൗജന്യമായി എല്ലാ സ്ത്രീകൾക്കും യാത്ര അനുവദിച്ചത് തെറ്റായ ഒരു തീരുമാനമാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. കാരണം CP ജോൺ പറഞ്ഞതുപോലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സിക്കാൻ ത്രാണിയുള്ള
സ്വകാര്യ സ്കൂളുകളിൽ കുട്ടികളെ പഠിപ്പിക്കാൻ ശേഷിയുള്ള ഉയർന്ന ശമ്പളം വാങ്ങുന്ന സ്ത്രീകൾക്ക് സൗജന്യം കൊടുക്കേണ്ട കാര്യമില്ല. സൗജന്യം കൊടുക്കേണ്ടത് പാവപ്പെട്ടവർക്ക് മാത്രമാണ്. എല്ലാ പാവപ്പെട്ട സ്ത്രീകൾക്കും എല്ലാ വിദ്യാർത്ഥികൾക്കും സൗജന്യം കൊടുത്താൽ അത് ധീരമായ നിലപാട് എന്ന് പറയാം. പക്ഷേ അതായിരുന്നില്ല UDFിന്റെ പ്രഖ്യാപനം. അവർ സൗജന്യം ഒരു സാമ്പത്തിക സഹായമല്ല, സ്ത്രീകളുടെ അന്തസ്സുയർത്തുന്നതിൻ്റെ പ്രതീകമാണ് എന്നാണ് പറഞ്ഞത്. സൗജന്യം കൈപ്പറ്റി ഒരു സ്ത്രീ യാത്ര ചെയ്യുമ്പോൾ അവർ സ്ത്രീ എന്ന നിലയിൽ ആദരിക്കപ്പെടുന്നു എന്നായിരുന്നു UDFിന്റെ ഭാഷ്യം. എന്നിട്ടിപ്പോൾ ആ സൗജന്യം കൈപ്പറ്റുന്നവരെ എച്ചിൽ നക്കികളായി കരുതുന്നത്, അങ്ങനെ അഭിപ്രായം പറയുന്നത് അങ്ങേയറ്റം മ്ലേച്ഛമാണ്. ഒരാൾക്ക് സൗജന്യമായി പണമോ ഭക്ഷണമോ കൊടുത്തിട്ട് അവരെ അധിക്ഷേപിക്കുന്നതിനേക്കാൾ ഭയാനകമായ ഒരു തെറ്റ് ഒരു വ്യക്തിയും കാണിക്കാനില്ല. ഒരു വ്യക്തിയുടെ അഹന്തയും മറ്റുള്ളവരുടെ പുച്ഛവുമാണ് ഇതിലൂടെ പ്രകടമാകുന്നത്. CP ജോൺ ചെയ്തിരിക്കുന്നത് അതേ ഗുരുതരമായ കുറ്റമാണ്. എന്തേ ഇതൊന്നും അറിയാത്ത വിഡ്ഢികളായിരുന്നോ ഇങ്ങനൊരു പോളിസി ഉണ്ടാക്കിയത്? സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്ന് പറഞ്ഞാൽ അത് അവരുടെ അവകാശമാണ്, നിങ്ങളുടെ ഔദാര്യമല്ല. അത് കൈപ്പറ്റുന്നത് ഔദാര്യമായതുകൊണ്ടല്ല, അവരത് കൈപ്പറ്റുന്നത് അവകാശമായതുകൊണ്ടാണ്. ആ അവകാശത്തെ ഔദാര്യമാക്കി അപമാനിക്കുന്നിടത്തോളം മ്ലേച്ഛമായ സംഗതി വേറെയില്ല. CP ജോണിനെ ബാധിച്ചിരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് ധാർഷ്ട്യത്തിന്റെ ഭാഗമായി മാറുകയാണ് ഈ നിലപാട്. ശ്രീവിദ്യ ശ്രീകുമാർ അതുകൊണ്ടാണ് ഇങ്ങനെ എഴുതിയത്. കേരളത്തിലെ ഒരു സ്ത്രീയും സൗജന്യം ഇരന്നു ചോദിച്ചിട്ടില്ല. ഇങ്ങോട്ട് വാഗ്ദാനം നടത്തി കോൺഗ്രസ് സർക്കാർ നടപ്പിലാക്കിയതാണ് KSRTC സൗജന്യ യാത്ര. എന്നിട്ട് പരസ്യമായി പച്ചയ്ക്ക് കേരളത്തിലെ സ്ത്രീകളെ ഹീനമായി ആക്ഷേപിക്കുകയാണ് മന്ത്രി CP ജോൺ നടത്തിയിരിക്കുന്നത്. മന്ത്രി പരസ്യമായി കേരളത്തിലെ സ്ത്രീ സമൂഹത്തോട് മാപ്പ് പറഞ്ഞേ മതിയാകൂ. ഒരു മന്ത്രിയുടെയും പടിവാതിൽക്കൽ സൗജന്യം ചോദിച്ച് ഒരു സ്ത്രീയും വന്നിട്ടില്ല. ആത്മാഭിമാനമുള്ളവർ തന്നെയാണ് കേരളത്തിലെ സ്ത്രീകൾ. സർക്കാർ ആശുപത്രി ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് പൊതുജനങ്ങൾക്ക് വേണ്ടി തന്നെയല്ലേ? അങ്ങനെയുള്ള ആശുപത്രിയിൽ ചികിത്സയ്ക്ക് പോകുന്നതിൽ എന്ത് തെറ്റാണുള്ളത്? ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്നവർ വായിൽ വരുന്ന വിവരക്കേട് പൊതുസദസ്സിൽ വിളിച്ചു പറഞ്ഞാൽ അത് അതുപോലെ കേട്ട് വിഴുങ്ങേണ്ട കാര്യം ഇവിടുത്തെ സ്ത്രീകൾക്കില്ല. മന്ത്രി മാപ്പ് പറഞ്ഞേ മതിയാകൂ. മന്ത്രിയല്ല ഇങ്ങനൊരു പോളിസി ഉണ്ടാക്കിയത്. പോളിസി UDF നേതൃത്വത്തിൻ്റെതാണ്. തെറ്റാണെങ്കിൽ ഇങ്ങനൊരു പോളിസി ഉണ്ടാക്കിയ UDF നേതൃത്വം, പ്രത്യേകിച്ച് അതിന് നേതൃത്വം കൊടുത്ത മുഖ്യമന്ത്രി VD സതീശൻ ഈ സമൂഹത്തോട് മാപ്പ് പറഞ്ഞ് പിൻവലിക്കണം. അല്ലാതെ ഈ ആനുകൂല്യം കൈപ്പറ്റുന്നവരെ അപമാനിക്കരുത്. അതുകൊണ്ടാണ് കോൺഗ്രസ് സൈബർ പോരാളിയായ അഭിലാഷ് മോഹനൻ പോലും ഇങ്ങനെ എഴുതിയത്. പ്രിയ CP ജോൺ, താങ്കൾ പറഞ്ഞ പ്രസ്താവന പിൻവലിക്കണം. താങ്കൾ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ താങ്കൾക്ക് പറയാനുള്ള അവകാശമുണ്ട്, സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ അതിനെ കൂട്ടിക്കെട്ടാൻ ഒരു മുന്നണി തെരഞ്ഞെടുപ്പിന് മുന്നേ ജനങ്ങൾക്ക് ഓഫർ ചെയ്ത സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്ന പദ്ധതിയുമായി കൂട്ടിക്കെട്ടരുത്. ഒന്നാമത് പറഞ്ഞത് സാമ്പത്തിക ഞെരുക്കമുള്ള ആളുകൾ ഗവൺമെൻറ് സ്കൂളിൽ സ്ലോട്ടുകൾ ഒഴിഞ്ഞു കിടക്കുമ്പോഴും ഫീസ് കൊടുത്ത് പഠിക്കുന്ന സ്കൂളിൽ തിരക്കുണ്ടാക്കുന്നുണ്ട്. ഇത് താങ്കൾ പറഞ്ഞ സത്യമാണ്, എനിക്കും പറയാം. പക്ഷെ അപ്പോഴും അവിടെയുള്ള പ്രശ്നം എവിടെ വിടണം എന്നത് ഒരാളുടെ ചോയ്സാണ്. രണ്ടാമത് പറഞ്ഞത് സാമ്പത്തിക ഞെരുക്കം ഇല്ലാത്ത ആളുകൾ ഗവൺമെൻറ് ആശുപത്രികളിലെ വരാന്തകളിൽ വന്ന് കിടക്കും, എന്നാലും കാശ് കൊടുത്ത് പ്രൈവറ്റ് ആശുപത്രിയിൽ പോകില്ല. ഇതും താങ്കൾക്ക് പറയാം, കാരണം ഇതും സത്യമാണ്. അവിടെയുമുള്ള പ്രശ്നം ഒരാളുടെ ചോയ്സ് അല്ലേ എവിടെ പോകണം എന്നത് തന്നെയാണ്. വെറും ചോയ്സിൻ്റെ പ്രശ്നം മാത്രമല്ല, ഇവിടുത്തെ ആശുപത്രികൾ സൗജന്യ ചികിത്സ ഏർപ്പെടുത്തി അതിൻ്റെ പേരിൽ വോട്ട് നേടുന്നവരാണ് മന്ത്രി അടക്കമുള്ള രാഷ്ട്രീയക്കാർ. അതുകൊണ്ട് തന്നെ ഇത് അവകാശമാണ്, ഔദാര്യമല്ല. പക്ഷെ ഇതിനെ രണ്ടിനെയും ബന്ധിപ്പിക്കാൻ താങ്കൾ മൂന്നാമത് പറഞ്ഞത് വളരെ മോശമായി പോയി. കാരണം കേരളത്തിൽ ഒരു സ്ത്രീകളും ഞങ്ങൾക്ക് സൗജന്യ യാത്ര വേണമെന്ന് പറഞ്ഞ് താങ്കൾ പ്രവർത്തിക്കുന്ന UDF എന്ന മുന്നണിക്ക് കത്തെഴുതിയിട്ടില്ല. പക്ഷെ നമ്മൾ തെരഞ്ഞെടുത്ത സമയത്ത് ജനങ്ങൾക്ക് കൊടുത്ത വാഗ്ദാനമാണ് സർക്കാർ ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര. അതിനാരൊക്കെ കയറണം എന്നോ ആരൊക്കെ കയറണ്ട എന്നോ നമ്മൾ നിബന്ധന വെച്ചിട്ടില്ല. സാമ്പത്തിക ഭദ്രതയുള്ളവർക്കും കയറാം, ഇല്ലാത്തവർക്കും കയറാം. കയറുന്നവരുടെ മനസ്സാക്ഷിയാണ് ഞാൻ സൗജന്യ യാത്രയ്ക്ക് അർഹതയാണോ അല്ലയോ എന്നൊക്കെ തീരുമാനമെടുക്കേണ്ടത്. പിന്നെ താങ്കൾ ഇന്ന് പറയുന്നത് കേട്ട് താങ്കളുടെ പാർട്ടിയല്ല രാഹുൽ ഗാന്ധിയാണ് ഇത് പ്രഖ്യാപിച്ചതെന്ന്. അപ്പോൾ ഒരു ചോദ്യം താങ്കളോട് തീർച്ചയായും ചോദിക്കാനുണ്ട്. രാഹുൽ ഗാന്ധിയുടെ പാർട്ടി മുൻനിരയിൽ നിൽക്കുന്ന മുന്നണിയിലാണ് താങ്കളുടെ പാർട്ടി പ്രവർത്തിക്കുന്നതെന്ന് താങ്കൾ അറിയില്ലേ? ഇനി അതല്ല, കിട്ടിയ വകുപ്പ് താങ്കൾക്കൊക്കെ അല്ലെങ്കിൽ തന്നെ നിരസിക്കാമല്ലോ. എന്തിനാണ് പൂർണ്ണ സന്തോഷത്തോടെ അല്ലാതെ ഒരു നാടിൻ്റെ മന്ത്രിയായത്? സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്ന ഓഫർ കണ്ടിട്ട് കേരളത്തിലെ സ്ത്രീകൾ മുഴുവൻ UDFന് വോട്ട് ചെയ്തു എന്ന് വിശ്വസിക്കുന്ന ആളൊന്നുമല്ല ഞാൻ. 2% സ്ത്രീകൾ പോലും വോട്ട് ചെയ്ത് കാണില്ല. പക്ഷെ തെറ്റ് താങ്കളുടെ ഭാഗത്ത് തന്നെയാണ്. താങ്കൾ നടത്തിയ സ്ത്രീകളുടെ സൗജന്യ യാത്രാ പരാമർശം പിൻവലിക്കണം. എത്രയും വേഗം പിൻവലിക്കുന്നു അത്രയും നല്ലതാണ്. കാരണം പറഞ്ഞത് അത്രമേൽ മോശമാണ്. ചില സത്യങ്ങൾ പറയാതിരിക്കാൻ കൂടിയുള്ളതാണ്.
താങ്കൾക്ക് അതിനുള്ള വിവേകമുണ്ടെന്ന് കരുതുന്ന ആളാണ് ഞാൻ. എനിക്കും എന്നെപ്പോലുള്ളവർക്കും താങ്കളുടെ കാര്യത്തിൽ തെറ്റുപറ്റിയെന്ന് കുറ്റബോധം താങ്കളായി ഉണ്ടാക്കിയെടുക്കരുതേ. ഇതൊരു പൊതുവികാരമാണ്. സി പി ജോണിന് എന്തു പറ്റിയെന്ന് സി പി ജോണിനെ ഇഷ്ടപ്പെടുന്നവർ പരസ്പരം ചോദിക്കുന്നു. ജോൺ തിരിച്ചറിയുക, അധികാരത്തിൻ്റെ ആ ചക്രക്കസേര താൽക്കാലികമായി ലഭിച്ചതാണ്. ജനങ്ങൾക്കിടയിൽ കഴിയുന്ന പഴയ സി പി ജോണിനെയാണ് ഞങ്ങൾ ഇഷ്ടപ്പെടുന്നത്. അധികാരം തലയ്ക്ക് പിടിച്ച് പിണറായി ആവാൻ ശ്രമിച്ചാൽ ജോണെ ജനം തക്ക മറുപടി നൽകും.